Hi guys, welcome to Air Travel with Journey. ഞാനിപ്പോൾ ഈ നിർത്തുന്നതെന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ്. ദോഹ ഫെസ്റ്റിവൽ സിറ്റിയാണ്. ദോഹ ഫെസ്റ്റിവൽ സിറ്റി എന്ന് പറഞ്ഞാൽ ഷമാൽ റോഡിലുള്ള ദോഹയിലെ ഖത്തറിലെ ഷമാൽ റോഡിലെ ഏറ്റവും വലിയൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റാണ്. അത് നോർത്തേൺ ദോഹയുടെ ഭാഗമാണ്, ഖത്തറിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇത് നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അൽഷമാൾ പ്രോപ്പർട്ടിയും അതുപോലെ ദുബായിലുള്ള അൽഫുദ്ദീൻ ഗ്രൂപ്പും അതുപോലെ തന്നെ നമ്മുടെ ഖത്തറിലുള്ള ഇസ്ലാമിക് ബാങ്കും ചേർന്നിട്ടാണ് ഇത്രയും വലിയ ഗംഭീരമായിട്ടുള്ള ഒരു സെറ്റപ്പ്. 6 ബില്യൻ്റെ മുകളിൽ ചിലവായിട്ടാണ് ഇത്രയും പൈസ 6 ബില്യൺ റിയാൽ മുടക്കിയിട്ടാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഖത്തറിൻ്റെ നാഗരികവൽക്കരണത്തിന് തന്നെ അല്ലെങ്കിൽ ടൗൺഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. നല്ല രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്. വിശാലമായ പാർക്കിങ്ങും അതുപോലെ തന്നെ 100-ൽ പരം ഫുഡ് ഔട്ട്ലെറ്റുകളും അതുപോലെ 500-ൽ പരം റീറ്റെയിൽ സ്റ്റോറുകളുമുണ്ട്. ഇത്രയും വിശാലമായിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ഇത്രയും വൃത്തിയിലും വിശാലമായും ഒരുക്കിയിട്ടുള്ളതാണ്. എല്ലാതരം സെറ്റപ്പും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. നമ്മളിപ്പോൾ ഒരു വാഹനമായിട്ട് വന്നു കഴിഞ്ഞാൽ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഞാൻ ഈ പാർക്കിംഗ് ഏരിയയുടെ സ്ഥലത്താണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വളരെ ഗംഭീരമായൊരു 2013-14 അങ്ങനെയാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഇവിടെയുള്ള പ്രധാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഐക്യയാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ഇതുപോലെ തന്നെ ഐക്യ എന്ന് പറയുമ്പോൾ ഐക്യയുടെ റീറ്റെയിൽ ഉണ്ട്. അവിടെ ഹോം അപ്ലയൻസസ്, ഒരു ഹോം സെറ്റപ്പിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഐക്യയിലുണ്ട്. ഐക്യ സ്വീഡിഷ് കമ്പനിയാണ്. അതുപോലെ അവർക്ക് അവരുടേതായ ഐക്യ കണ്ടിട്ടുണ്ടായിരുന്നു. ഐക്യ വളരെ വിശാലമായിട്ടുള്ള സെറ്റപ്പാണ്. അത് അവരെന്ത് ചെയ്യും, ഡെലിവറി ചെയ്തിട്ട് ഇവിടെയുള്ള വീടുകളിലേക്ക് കൊണ്ടുപോയി സെറ്റപ്പ് ചെയ്ത് കൊടുക്കും. ഒരു ഹൗസിന് വേണ്ട കാര്യങ്ങളൊക്കെ ഐക്യയിൽ ലഭ്യമാണ്. യൂട്ടൻസിൽസ്, കിച്ചൺ ഐറ്റംസ് മുതൽ അതുപോലെ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ഇവിടെ വളരെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഇവിടെ കിട്ടുന്നുണ്ട്. അത് മിതമായ വിലയിൽ ഐക്യയിലെല്ലാ സാധനവും കിട്ടും. കണ്ടില്ലേ, ഇവിടെ വളരെ സജ്ജീകരിച്ചിട്ടുള്ള നല്ല രീതിയിലാണ് ഉള്ളത്. ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഒരുക്കിയിട്ട് നല്ല രീതിയിലുള്ള ലാൻഡ്സ്കേപ്പിംഗ് പറ്റുന്നുണ്ട്. അത് ഷമാൽ റോഡിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഇത് കിടക്കുന്നത്. ഷമാൽ റോഡിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാം, ഷമാൽ റോഡിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമുക്കിത് ഈ വിശാലമായ റീറ്റെയിൽ ഔട്ട്ലെറ്റ് കാണാം. ഇത് ഖത്തറിൽ വരുന്ന ഇപ്പം നാട്ടിൽ നിന്ന് വരുന്ന തീർച്ചയായിട്ടും ഈ സ്ഥാപനങ്ങൾ സന്ദർശിക്കണം. ദോഹ ഫെസ്റ്റിവൽ സിറ്റി എന്ന് പറയുന്ന അവിടെ ഒരു പ്രാവശ്യം ഇങ്ങനെ പോയി. വിശാലമായ എൻ്റർടൈൻമെൻറ്റ് ഏരിയകളുണ്ട്. ഇവിടെ തിയേറ്ററുകളുണ്ട്. പിന്നെ ലെഷറായിട്ടുള്ള നമുക്ക് ഇത്രയും ലെഷറായിട്ട് നമുക്ക് വിശാലമായൊരു ഷോപ്പിംഗ് അനുഭവം ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എത്ര നല്ല എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഷോപ്പിംഗ് വേണമെങ്കിൽ ഇവിടെ വരണം. ഇവിടെ വന്നാൽ ഇത് കണ്ടില്ലേ, വൈകുന്നേരം സന്ധ്യാസമയമാണ്. അപ്പോൾ അതിൻ്റെ പ്രകൃതിയും കൂടി കൂട്ടിയാണ് ഞാൻ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇവിടെ എന്ന് പറയുമ്പോൾ മാളിൻ്റെ ഉള്ളിൽ ചിത്രീകരിക്കാൻ കുറേ സാങ്കേതിക പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുറത്തുള്ളത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഇൻഡിവിജ്വലായിട്ട് ആരെയും നമുക്ക് ഇതിൽ പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പരിമിതികൾ ഇവിടുത്തെ നിയമങ്ങൾ കൊണ്ട് നമുക്കത് പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വളരെ ദൂരെ നിന്നാണ്, ഇതിപ്പോൾ ദൂരമല്ല, പാർക്കിംഗ് ഏരിയയാണ്. പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നീങ്ങുന്നത്. അപ്പോൾ നിങ്ങളത് കൂടുതൽ ഇത് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പുതിയ നമ്മുടെ വീഡിയോസ് വരാനുള്ള കാത്തിരിപ്പിൽ ഞാനത് കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ആ കാത്തിരിപ്പ് മടുപ്പുണ്ടാക്കില്ല. പിന്നെ
ഇത് കണ്ടില്ലേ, ഇവിടെ വളരെ വിശാലമായ വളരെ അതുപോലെ തന്നെ നമ്മളെ എന്താ ഒരു ശാന്തമായ അവസ്ഥയായത്. വിശാലമായിട്ടുള്ള ഏരിയയാണ്. കാർ പാർക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു ലോകം തന്നെയാണ് ഇവിടെ. വിശാലമായ കാർ പാർക്കിംഗ്. അപ്പോൾ നമുക്ക് മാളിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. ഹോം അപ്ലയൻസസ് മുതൽ പിന്നെ നമുക്ക് വേണ്ട എന്തെല്ലാം ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ നമുക്ക് ഒരു ലഞ്ചാണെങ്കിൽ ഡിന്നറാണെങ്കിലും നമുക്ക് എന്ത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. അത് ഫാസ്റ്റ് ഫുഡാണെങ്കിൽ അങ്ങനെയുണ്ട്. പിന്നെ ഒരുവിധം ഫുഡ് ചെയിൻ ഐറ്റംസ് എല്ലാ കമ്പനികളും ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെയധികം ഞാൻ പറഞ്ഞില്ല, 100-ലധികം ഫുഡ് ചെയിൻസ്, ഫുഡ് സപ്ലയേഴ്സ്, അതായത് റെസ്റ്റോറൻറ്റുകളായിട്ട് അതുപോലെ പിന്നെ ഫുഡ് സ്റ്റോറുകളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഷോപ്പിംഗ് മാളുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമ ആണെങ്കിൽ നിരവധി സിനിമാ തിയേറ്ററുകൾ ഇതിനുള്ളിലുണ്ട്. നമുക്ക് മലയാളമാണെങ്കിൽ അറബി ആണെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിലൊക്കെ സിനിമകൾ ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ റൂഫിലാണെങ്കിൽ ഈ സിനിമയുടെ അടുത്തായിട്ട് പാർക്കിംഗ് സൗകര്യങ്ങളും മറ്റും വേറെയുണ്ട്. റൂഫ് പാർക്കിംഗ് സിസ്റ്റം ഉണ്ട്. വളരെയധികം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഭംഗി വാക്കായിട്ട് പറയുകയല്ല. ഇവിടുത്തെ എല്ലാ രീതിയിലും ലാൻഡ്സ്കേപ്പിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ പാർക്കിംഗ് ആണെങ്കിലും അതുപോലെ ട്രാഫിക് ഏരിയകളാണെങ്കിലും സിഗ്നൽ ഏരിയ ആണെങ്കിലും എല്ലാം നല്ല രീതിയിലാണ്. ആണെങ്കിൽ ഈ സ്ഥാപനങ്ങളൊക്കെ നടുവിൽ തലയുയർത്തി നിൽക്കുകയാണ് ഐക്യ നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, അവിടെ എല്ലാ ഐറ്റംസും നമുക്ക് കാണാം. നമുക്ക് വേണ്ട സെറാമിക് പ്ലേറ്റുകളാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അവിടെ കിട്ടുന്നതാണ്. നമുക്ക് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സോഫ സെറ്റാണെങ്കിൽ, അതുപോലെ തന്നെ നമുക്കുള്ള ബെഡ് സെറ്റാണെങ്കിൽ, അതുപോലെ മാട്രസ്, എല്ലാ ഐറ്റംസും ഐക്യയിൽ ലഭ്യമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിനുള്ള മാളുകളിൽ ഇതിനുള്ളിൽ 1-2 മോണോപ്രിക്സ് പോലുള്ള മാളുകളിലാണെങ്കിൽ വളരെയധികം ചീപ്പായ സാധനങ്ങൾ ഒരുവിധം മിതമായ വിലയിൽ കിട്ടുന്നുണ്ട്. നല്ല നല്ല ബ്രാൻഡ് ഐറ്റംസ് എല്ലാം ഇവിടെയുണ്ട്. എല്ലാ തരത്തിലും നമുക്ക് ഡ്രസ്സുകൾക്കാണെങ്കിലും അതുപോലെ നല്ല നല്ല സ്റ്റോറുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഡ്രസ്സുകൾ വേണമെങ്കിൽ ഐറ്റംസ് വേണമെങ്കിൽ ഇവിടുന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, 500-ൽ പരം സ്റ്റോറുകൾ ഇതിനുള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഡ്രസ് ഐറ്റംസ്, ടെക്സ്റ്റൈൽസ് ആണെങ്കിലും അതുപോലെ നമ്മുടെ ടൂൾസ് ഐറ്റംസ് ആണെങ്കിലും ഇത്തരം എല്ലാതരം പിന്നെ സ്റ്റോർസും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രവർത്തന സജ്ജമാണ്. പിന്നെ ഫുഡിൻ്റെ ഐറ്റംസ് ആണെങ്കിൽ പലതരത്തിലുള്ള ഫുഡുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എന്ന് പറയുമ്പോൾ ഇത്രയും പിന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് സമുച്ചയത്തോട് കൂടിയിട്ടുള്ള ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റ് ശരിക്കും ഫെസ്റ്റിവൽ സിറ്റി തന്നെയാണിത്. ഫെസ്റ്റിവൽ സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഈ ആഘോഷത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജമാണ്. നമുക്ക് ഇപ്പം വന്നിട്ട് നമുക്ക് കുറേ നേരം ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നെറ്റെല്ലാം ഫ്രീ ആണ്.